നമസ്കാരം. വെള്ളാപ്പള്ളിക്കിഷ്ടം ആ ഒരാളെ, മോദിക്കിഷ്ടം രാജ്യം വെട്ടിമുറിക്കാൻ. വെള്ളാപ്പള്ളിയെക്കുറിച്ച് ഇപ്പോൾ എന്തുകൊണ്ട് പറയേണ്ടി വരും? ഇവിടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച് അധികാരത്തിലേറിയവരാണ് UDF-കാർ. അതിലൊന്നാം സ്ഥാനം UDF-കാരെ അല്ലെങ്കിൽ ആ മുന്നണിയെ പാടെ കുറ്റം പറയേണ്ട കാര്യമല്ല. അതിലെ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിനകത്തെ മുതിർന്ന നേതാക്കന്മാരെന്ന് പറയപ്പെടുന്ന മരവാഴകളുമാണ് അതിന് പിന്നിലുള്ളത്. അപ്പം അതുകൊണ്ടാണ് വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായതും ആഭ്യന്തര വകുപ്പ് ഭരിച്ചു തുടങ്ങിയത്. പക്ഷേ ഇതൊന്നും അറിയാതെ വോട്ട് ചെയ്തവർ മണ്ടന്മാരായോ എന്നുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു ചർച്ചയുടെ പ്രസക്തി എന്താണ് എന്നതാണ്. ഒരു തിരഞ്ഞെടുപ്പ് കഴിയുന്നു, തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൻ്റെ വോട്ടെണ്ണൽ ഉണ്ടാകും. വോട്ടെണ്ണൽ പൂർത്തിയായി കഴിയുമ്പോൾ ആര് വിജയിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം ഏതൊരു മുന്നണിയാണോ, ഏതൊരു പാർട്ടിയാണോ അധികാരത്തിലേക്ക് എത്തപ്പെടുന്നത്, അവരുടെ പാർട്ടി ക്ലാസുകളിൽ തീർക്കേണ്ട അല്ലെങ്കിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ തീർക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ പോലും നടക്കാതെ അതിൻ്റെ ഫലപ്രഖ്യാപനം പോലും ആകാത്ത ഒരു വേളയിൽ ഇങ്ങനെ മുഖ്യമന്ത്രിയൊക്കെ പ്രഖ്യാപിച്ച് ഭരണത്തിലേറി ആഭ്യന്തര വകുപ്പൊക്കെ കൈയാളുന്ന KC വേണുഗോപാലിനെ പോലുള്ള ഒരാളെ കാണുന്നത്. നാണമില്ലേ ഇവന്മാർക്കെന്ന് ചോദിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള സംവാദങ്ങൾ അത് നിർത്തലാക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് KC വേണുഗോപാൽ മാത്രം വിചാരിച്ചാൽ മതി. അയാൾക്ക് പറയാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിലവിൽ ഞാനൊരു ആലപ്പുഴ എന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിലെ പ്രതികരിക്കുന്ന ലോക്സഭാ MP ആണ്. ഇപ്പോൾ എൻ്റെ കർത്തവ്യം എന്ന് പറയപ്പെടുന്നത് ആ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് തന്നെ വലിച്ചിഴക്കേണ്ട. മുഖ്യമന്ത്രി കസേര എനിക്കിപ്പോൾ സ്വപ്നം കാണാൻ കഴിയുന്നതല്ല. അതിന് മണ്ഡലത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രവർത്തിച്ചവരും ഒപ്പം തന്നെ അതിൽ മത്സരിച്ചവരുമുണ്ട്. അവർക്ക് തീരുമാനമെടുത്ത് അവരുടെ മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒരേ ഒരു പ്രശ്നത്തിനാണ് ഈ മരവാഴ KC വേണുഗോപാൽ ഇതുവരെയും മിണ്ടാട്ടം മിണ്ടാത്തത്. അത്തരത്തിലൊരു വാക്ക് പോലും പറയാത്തത്. വാക്ക് പലതും പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ വെള്ളാപ്പള്ളിയുടെ കാര്യം പറയുമ്പോൾ എന്താണ് പറയുന്നത്? ആ ചർച്ചയ്ക്ക് എനിക്ക് താല്പര്യമില്ല, കേരളത്തിലെ കാര്യം പറയാനില്ല, വെള്ളാപ്പള്ളി പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം എന്ന് പറയുന്നതാണ്. മുഖ്യമന്ത്രി ചർച്ചയെക്കുറിച്ച് പറയുമ്പോൾ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. പ്രസക്തിയില്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന നിലവിലെ സാഹചര്യത്തിൽ താൻ ഒരു MP ആണ് എന്നും MP-മാരും മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനമെടുക്കുന്നതിൽ മുഖ്യ പേരുകാരനായിട്ട് നിന്ന ആളാണ് KC വേണുഗോപാൽ. ഇപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഇയാൾ മൗനം പാലിക്കുന്നത്? അപ്പോൾ ഒരു മോഹം ബാക്കിയുള്ളവരെ കൊണ്ടൊക്കെ പറഞ്ഞ് പറയിപ്പിച്ച് മുഖ്യമന്ത്രി ആകുവാനുമുള്ള ഒരു മോഹം. എങ്കിൽ അങ്ങനെയാണെങ്കിൽ എല്ലാ MP-മാർക്കും മത്സരിക്കുവാനുള്ള അവസരം കൊടുക്കാത്തത് എന്താ? എന്നിട്ട് അവന്മാരെല്ലാവരും കൂടി ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കാത്തത് എന്താ? അതല്ലായിരുന്നോ വേണ്ടിയിരുന്നത്? വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പുകൾ വരുമെന്നല്ലാതെ ഒരിക്കലും മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് നീയൊക്കെ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ചത്? ഇതാണ് ജനങ്ങൾ ചോദിച്ചോളുന്നത്. 10 വർഷത്തെ ദുർഭരണത്തിൽ നിന്ന് കേരളത്തെ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ച് ചിലപ്പോൾ അവർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രം അഥവാ UDF അധികാരത്തിലെത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെക്കുറിച്ച് ചിന്തിക്കാം, മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താം. ഇപ്പൊ ഇവിടെ മുഖ്യമന്ത്രി കസേര എന്ന് പറയപ്പെടുന്ന വിവാദം സംബന്ധിച്ച ചോദ്യത്തിൽ നിന്ന് പലപ്പോഴും ഒഴിഞ്ഞു മാറുന്ന AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കാണേണ്ടി വരുന്നത് ഗതികേടാണ്. ആ ചർച്ചയ്ക്ക് താല്പര്യമില്ലെന്ന് പറയുന്നു, കേരളത്തിലെ കാര്യം പറയാനില്ല എന്ന് പറയുന്നു, തമിഴ്നാട്ടിലെ കാര്യമേ പറയാനുള്ളൂ എന്ന് പറയപ്പെടുന്നു. ഈയിടോ വേണുഗോപാൽ, താങ്കളുടെ കാര്യം മനസ്സിലാക്കും. താങ്കളോട് ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. താങ്കൾ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി ശ്രമം നടന്നു ഇല്ല എന്നുള്ളത് തുറന്നു പറയൂ. എന്നിട്ട് താനിപ്പോൾ മുഖ്യമന്ത്രിക്ക് പകരം താനിപ്പോൾ ലോക്സഭാ MP ആണ് എന്ന് പറയും. അതിനേക്കാളേറെ പാർട്ടി താങ്കൾക്ക് നൽകിയിരിക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, ആ ഉത്തരവാദിത്തങ്ങൾ താങ്കൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ? ചെയ്തിട്ട് തന്നെയാണോ ഇവിടം വരെ എത്തിയത്? നിങ്ങളുടെയൊക്കെ ഈ സൈബർ പോരാളികളുണ്ടല്ലോ, നിങ്ങൾ പണം കൊടുത്ത് PR വർക്ക് നടത്തുന്ന സൈബർ പോരാളികൾ, അവന്മാർ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളാണ് ഇന്ന് ജനത്തിന് തന്നെപ്പോലുള്ളവനെ വെറുക്കാനുള്ള കാരണങ്ങൾ ഒന്നു എന്ന് പറയട്ടെ. തന്നെപ്പോലുള്ളവനെ വെറുത്തു പോവുകയാണ് ജനം.
അതെങ്കിലും മനസ്സിലാക്കാൻ പഠിക്കൂ. നിങ്ങൾ ഈ കാണിക്കുന്ന കുത്തിക്കഴപ്പ് സത്യത്തിൽ എത്തിയിരിക്കുന്നത് സതീശനൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ്. ഒന്നും മിണ്ടുന്നില്ല സതീശൻ. ജനത്തിന് മനസ്സിലായി സതീശനാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന സഭയിൽ മുഖാമുഖം പിണറായി വിജയനോടൊപ്പം ഫൈറ്റ് ചെയ്തിരുന്നത് എന്ന് ജനം തിരിച്ചറിഞ്ഞതാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങോളം ഇങ്ങോളം ഇറങ്ങി വോട്ട് ബാങ്കുകളിൽ വളരെ കൃത്യമായി ഇടപെട്ട് രാഷ്ട്രീയം പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ UDFന്റെ വരുതിയിലാക്കാൻ ഒരു വലിയ പങ്ക് വഹിച്ച ആളാണ് VD സതീശൻ എന്ന് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹം നിലപാടുകളുള്ള ചില തീരുമാനങ്ങളിൽ കൃത്യമായി ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ജനത്തിന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹത്തിന് കൂടി അവകാശപ്പെട്ട വോട്ടാണ് നൽകിയത് എന്ന് മറന്നു പോകരുത്. ഈ അവസരം മുതലാക്കാൻ അപ്പോൾ ഈ സാഹചര്യം കണ്ടിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ മാളങ്ങളിൽ ഒളിച്ചിരുന്നവരാണ് ഈ പറയുന്ന KC വേണുഗോപാലനും രമേശ് ചെന്നിത്തലയും ഒക്കെ. ഇന്ന് മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ UDF ഇവിടെ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ പുറത്താണ്. അവിടെയാണ് നിങ്ങളെപ്പോലുള്ളവരെ ഇവിടുത്തെ ജനം കാർക്കിച്ചു തുപ്പാൻ പോകുന്നതെന്ന് മറന്നു പോകരുത്. ഇവിടെ ഇപ്പോ ഈ തമിഴ്നാടിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ താങ്കൾ മനസ്സിലാക്കേണ്ടത് താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടാണ്. ഏറ്റവും വലിയ ഒരു മുഖ്യമന്ത്രിയെക്കാളിലേറെ വലിയ ഉത്തരവാദിത്തമാണ് ഒരു പാർട്ടി നൽകിയിരിക്കുന്നത്. പാർട്ടിയിൽ മല്ലികാർജുൻ ഖാർഗെ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം വഹിക്കുന്ന ആളാണ് KC വേണുഗോപാൽ. അത് അയാൾക്ക് തന്നെ അറിയില്ല. അയാൾക്ക് അയാളുടെ പാർട്ടിയെ കുറിച്ച് പോലും അറിയില്ല. അയാൾക്ക് അയാളുടെ പാർട്ടിയിൽ അയാൾക്ക് നൽകിയിരിക്കുന്ന ഈ സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള പദവിയെ കുറിച്ച് പോലും അറിയില്ല. പകരം മുഖ്യമന്ത്രി കസേരയും ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് കൈയിട്ട് വാരുവാനുള്ള ശ്രമങ്ങളുമാണ്. നാണമില്ലാത്ത ഒരാളായി മാറിയല്ല ഇയാൾ. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല കേട്ടോ, പൊതുസമൂഹവും പൊതുജനവും നിങ്ങളെ ഇത്തരത്തിൽ തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ വാർത്തകൾ വരുന്ന KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സൈബർ പോരാളികൾ, ഇയാളുടെ PR വർക്ക് നടത്തുന്നവർ ഒരു ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് ആ മറുപടികളിലെ നിങ്ങൾ വരുന്ന കമന്റുകൾ മാത്രം എടുത്ത് വായിച്ചു നോക്കൂ. ശ്രീ KC വേണുഗോപാൽ, സമയം കിട്ടിയാൽ എത്രമാത്രം ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളെ തെറി വിളിക്കാത്ത ഒരു പോസ്റ്റെങ്കിലും ഉണ്ടാകുമോ അതിനകത്ത്? അപ്പൊ മനസ്സിലാക്കൂ ജനരോഷം എത്രത്തോളം ഉണ്ട് നിങ്ങളുടെ കൂടെ. ഏത് വിധേനയും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുമ്പോഴും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോഴും ഇനി അഥവാ എത്തിയാൽ പോലും അധിക ആയുസ് ഉണ്ടാവില്ല ആ മുഖ്യമന്ത്രി കസേരയ്ക്ക് എന്ന് പറയട്ടെ. നിങ്ങളെ തള്ളിയിടുവാനുള്ള തന്ത്രങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ പാർട്ടിയിലുള്ളവർ തന്നെ പ്രതിപക്ഷത്തിന് കൊടുക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അത് മാത്രമല്ല, നിങ്ങളെപ്പോലെ വെറുമൊരു അഴകുഴമ്പൻ പ്രതിപക്ഷമായിരിക്കില്ല അഥവാ പ്രതിപക്ഷത്തെത്തപ്പെടുന്ന LDF എന്ന് പറയപ്പെടുന്ന മറന്നു പോകരുത്. നിങ്ങൾ ഇന്ന് വരെ കണ്ട സമരങ്ങളായിരിക്കില്ല LDFിനെ നയിക്കാൻ പോകുന്നത് എന്ന് മറന്നു പോകരുത്. അത് മാത്രമല്ല, നിങ്ങൾ നടത്തിയ സമരങ്ങളൊന്നും ആയിരിക്കില്ല ഇനിയുള്ള സമരങ്ങൾ, പ്രതിപക്ഷ സമരങ്ങളെന്ന് ഓർക്കുക വല്ലപ്പോഴും. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി ആകുവാനുള്ള മോഹങ്ങളൊക്കെ മടക്കി അങ്ങ് പോക്കറ്റ് വെക്കുക. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരട്ടെ, എന്നിട്ട് നമുക്ക് അടി തുടങ്ങാം. ഇവിടെ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് വരുന്ന സംഭവങ്ങളൊക്കെ വന്നല്ലോ. അത് ലോക്സഭയിൽ പരാജയപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെ ദൂരദർശനിലൂടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. അതിനെ ഈ KC വേണുഗോപാൽ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. നല്ലത്, ചെയ്യേണ്ടത് തന്നെയാണ് KC. മോദി കഴിഞ്ഞ ദിവസം ദൂരദർശനിലൂടെ നടത്തിയത് രാഷ്ട്രീയ നാടകമാണ് എന്ന് KC അഭിപ്രായപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ശരി തന്നെയാണ്. മണ്ഡല പുനർനിർണയത്തിലൂടെ രാജ്യം വെട്ടിമുറിച്ച് എല്ലാ കാലവും ഭരിക്കാമെന്നുള്ള മോദിയുടെ ദുഷ്ടലാക്ക് പരാജയപ്പെട്ടുവെന്നും തോൽവിയുടെ ജാള്യത മറയ്ക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നും KC വേണുഗോപാൽ പറഞ്ഞു വെക്കുമ്പോൾ അത് കൃത്യമായി കൺവേ ചെയ്യേണ്ടതാണ്. കാരണം 298 സീറ്റിലും വിജയിച്ചു വന്ന NDA മുന്നണിക്ക് 352 സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ 352 പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബില്ല് പാസ്സാകൂ എന്ന് അറിയാത്ത പൊട്ടന്മാരൊന്നുമല്ല മോദിയും അമിത്ഷായും. എന്നിട്ടും എന്തുകൊണ്ട് ഈ ബില്ല് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ തെരഞ്ഞെടുപ്പ് കാലം ആകുന്നത് ഒരു കാര്യമാണെങ്കിൽ അതിനു മുന്നേ ഈ സർക്കാരിനെതിരെ ഉണ്ടാകുന്ന ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട്. ഇപ്പോൾ പെട്രോൾ ഡീസൽ വില വർധനവ്, ഒപ്പം തന്നെ ഇറാൻ യുദ്ധം നടക്കുമ്പോൾ ഗ്യാസിന്റെ ലഭ്യത കുറവൊക്കെ പലപ്പോഴും ഈ സർക്കാരിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ വരുന്ന ആയുധങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ എവിടെയെങ്കിലും ഒരു ഇലക്ഷൻ കാലത്ത്, ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു തട്ടുകേട് കേന്ദ്ര സർക്കാരിനുണ്ടായാൽ അപ്പോൾ നമ്മൾ കാണുന്ന പലതരത്തിലുള്ള ഈ ജനങ്ങളെ കയ്യിലെടുക്കാൻ കാണിക്കുന്ന ഗിമിക്കുകളുണ്ട്.
അതിൽ അവസാനത്തതാണ് ഇപ്പോൾ നടത്തിയ ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയം. കഷ്ടം തന്നെയാണ്. ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, വർഗീയത പറഞ്ഞ് രണ്ടായിട്ട് വെട്ടിമുറിച്ച് ജനത്തിനെ ഭരിക്കാൻ ശ്രമിക്കുന്ന ബ്രിട്ടീഷുകാരെക്കാട്ടിലും കഴുപ്പണം കെട്ടവരാണ്. അതാണ് ഈ BJPയുടെ ഈ തന്ത്രം എന്ന് പറയേണ്ടിയിരിക്കുന്നത്. അത് പൊളിച്ചെടുക്കാൻ KC വേണുഗോപാലിനെ പോലുള്ള രാഷ്ട്രീയക്കാർ ശ്രമിക്കട്ടെ. അതാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. കാരണം തങ്ങൾ ഒരു പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അത് താങ്കൾ മനസ്സിലാക്കിയിട്ട് ഇവിടുത്തെ ഭരണപക്ഷത്തോട് യുദ്ധം ചെയ്യാൻ ശ്രമിക്കൂ. അവിടെയാണ് നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കേണ്ടത്. അല്ലാതെ ഈ പാവപ്പെട്ട കൊച്ചു കേരളത്തിലെ 140 സീറ്റുകളിൽ വിജയിച്ചു വരുന്നവരെ മണ്ടന്മാരാക്കുന്ന തരത്തിലുള്ള താങ്കളുടെ ഈ പ്രവർത്തനമുണ്ടല്ലോ, മുഖ്യമന്ത്രിയാകുവാൻ കുപ്പായം തുന്നിയിരിക്കൽ, അതങ്ങ് മാറ്റിവെക്കൂ. അതിനെക്കാട്ടിലേറെ വലിയ ഉത്തരവാദിത്തമാണ് ഒരു പാർട്ടി താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെയുള്ള പ്രവർത്തനം. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിൽ പലരും പറഞ്ഞു പിന്നണിയിൽ നിന്നെല്ലാം ചെയ്തത് KC വേണുഗോപാലാണ്, മുഖ്യമന്ത്രിയാകാൻ KC അയോഗ്യനാണ് എന്ന് താൻ പറയില്ല എന്നുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന പ്രതികരണമാണ് പലപ്പോഴും വെള്ളാപ്പള്ളി നടത്തുന്നത് എന്നുള്ളത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അഥവാ കോൺഗ്രസ് രക്ഷപ്പെട്ടാലോ, അഥവാ UDF അധികാരത്തിൽ വന്നാലോ, അങ്ങനെയാണെങ്കിൽ ഇരിക്കട്ടെ എൻ്റെ വക ഒരു കുതിരപ്പവൻ KC വേണുഗോപാൽ. കാരണം ഇപ്പോഴേ സോപ്പിട്ട് വെക്കുന്നത് നല്ലതാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ആ പ്രതികരണം എന്ന് പറയപ്പെടുന്നത് സതീശന് വെക്കുന്ന ഒരു ആപ്പാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സതീശൻ പറഞ്ഞല്ലോ, ഈ വർഗീയത പറഞ്ഞു നടക്കുന്ന ജാതിക്കോമരങ്ങളുടെ വോട്ടുകൾ വേണ്ടെന്ന്. വളരെ കൃത്യമല്ലേ നിലപാട്? അങ്ങനെ പറയാൻ കഴിവുള്ള എത്ര കോൺഗ്രസ്സുകാരുണ്ട് അവരുടെ പാർട്ടിയിൽ, എത്ര BJPക്കാരുണ്ട്, എത്ര CPMകാരുണ്ട്? അങ്ങനെ പറയണം. ഇവിടുത്തെ ജാതി രാഷ്ട്രീയമോ സംഘടനാ ശക്തികളോ ആയിരിക്കരുത് ഒരിക്കലും ഇവിടുത്തെ രാഷ്ട്രീയത്തെ, ജനാധിപത്യത്തെ നയിക്കുന്നത് എന്നുള്ളതാണ്. അത് പറയാൻ ആർജവം കാണിച്ച സതീശനോട് പലപ്പോഴും വെള്ളാപ്പള്ളിയെ പോലുള്ള മരവാഴകൾക്ക് ഇതൊക്കെ തന്നെ പറയാൻ കഴിയും. അപ്പോൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ആരാണ് യോഗ്യൻ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും അത്തരത്തിൽ തന്നെയാണ്. ആരെ കണ്ടാലും ചോദിക്കും മുഖ്യമന്ത്രിയാകാൻ ആരാ യോഗ്യൻ? മുഖ്യമന്ത്രിയാകാൻ എല്ലാവരും യോഗ്യരാ, ആരും യോഗ്യരല്ലാതെ ഒന്നുമല്ല. പക്ഷേ ഇവിടെ ഒരു പാർട്ടിയെ രണ്ടായിട്ട് വെട്ടിമുറിക്കാൻ നടത്തുന്ന ഒരു ശ്രമമാണ് അതിലൂടെ. വെള്ളാപ്പള്ളി നടേശന്റെ ഇപ്പോഴത്തെ ശ്രമം എന്ന് പറയപ്പെടുന്നത് VD സതീശൻ പ്രവർത്തിച്ചത് മുഴുവൻ TV-യിൽ മാത്രമാണ് എന്നും അതുകൊണ്ട് അയാളെക്കാളിലേറെ പ്രസക്തനാവേണ്ടത് KC ആണെന്ന്. KC പുറകിൽ നിന്ന് കളിച്ചു എന്നാണ്, പുറകിൽ നിന്നാണ് കളിച്ചത്. പക്ഷെ എന്ത് കളിയാണെന്നുള്ളതൊക്കെ കോൺഗ്രസ്സുകാർക്കും പൊതുസമൂഹത്തിനും പൊതുജനത്തിനും തിരിച്ചറിഞ്ഞുണ്ട്. ഇവിടെ രമേശ് ചെന്നിത്തലയും അപ്രസക്തനാക്കാൻ സാധിക്കില്ല എന്നുള്ള വെള്ളാപ്പള്ളിയുടെ വാദം, കോൺഗ്രസിന്റെ അത്യുന്നത പദങ്ങളിലൊക്കെ ഇരുന്ന് പാരമ്പര്യമുള്ള നേതാവാണ് ചെന്നിത്തല എന്നൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ വെള്ളാപ്പള്ളിക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരാൾ ഈ പറയുന്നവരിൽ ആരെങ്കിലും ഒരാളാണ് സതീശനോ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ആര് തന്നെയാണെങ്കിലും ആ ഒരാളെ ഇഷ്ടപ്പെടാൻ വെള്ളാപ്പള്ളി ഇനി തയ്യാറായി തുടങ്ങും. നാളെ ഏതെങ്കിലും വിധത്തിൽ VD സതീശനാണ് മുഖ്യമന്ത്രി ആകുന്നതെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഇതേ വെള്ളാപ്പള്ളി അയാളുടെ കാല് നക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല. ഇപ്പോൾ അയാൾ അയോഗ്യനായിട്ട് കൽപ്പിക്കപ്പെടുന്ന VD സതീശൻ മുഖ്യമന്ത്രിയായാൽ ഇതേ വെള്ളാപ്പള്ളി ഇത്രത്തോളം യോഗ്യനായ ഒരാളില്ല എന്ന് പറഞ്ഞ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ മാറ്റുകയും ചെയ്യും. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു നയം. ഇവിടെ കേരളത്തിൽ കോൺഗ്രസിന്റെ വലിയ ശക്തികളായി മാറുന്ന പല നേതാക്കന്മാരും ഇത്തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഇവിടെ കേരള കോൺഗ്രസിന് പിന്നിൽ പലതരത്തിലുള്ള പിതാക്കന്മാരുണ്ട് എന്ന് പറയപ്പെടുന്ന വെള്ളാപ്പള്ളിയുടെ വാദം വരുന്നുണ്ട്. ആത്മീയ ശക്തിയുടെ ഭാഗമായിട്ട് അവരെല്ലാം ഈ രാജ്യത്തെ നേടിയെടുത്തു, രാജ്യത്ത് ജനാധിപത്യം പോയിരിക്കുന്നു, ഇപ്പൊ മതാധിപത്യം എന്നൊക്കെ വെള്ളാപ്പള്ളി നടേശൻ വിമർശിക്കുമ്പോഴും ആ മതാധിപത്യം എന്താണ്, ആ മതാധിപത്യം ആരാണ് കൈക്കൊള്ളുന്നത് എന്നൊക്കെ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇയാൾ പലവട്ടം മോദിക്ക് വേണ്ടിയിട്ടും പലവട്ടം BJPക്ക് വേണ്ടിയിട്ടും എന്തൊക്കെയോ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ വാതോരാതെ പുകഴ്ത്തിയ പിണറായിയെക്കുറിച്ച് ഇപ്പോൾ ഒരു വാക്കുമുണ്ടാത്തത് എന്താ? ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് ഇഷ്ടമെന്ന് പറയപ്പെടുന്നത് ഭരിക്കാനെത്തുന്നവനെ, ഭരണത്തിലേക്ക് കയറുന്നവനെ, അപ്പോൾ മുഖ്യമന്ത്രിയാകുന്നവനെയൊക്കെ തൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് കൂടെ ചേർക്കുവാൻ കഴിയുന്ന ആ ഒരാൾ ആരായിരിക്കുമെന്നറിയാൻ ഈ വെള്ളാപ്പള്ളി ഇനിയും കാത്തിരിക്കണം മെയ് 4 വരെ. ഇവിടെ മോദിയെക്കുറിച്ചോ മറ്റാരെങ്കിലും കുറിച്ച് സംസാരിക്കുവാൻ ഇപ്പോൾ വെള്ളാപ്പള്ളി തയ്യാറാകാത്തതും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ
എന്താണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്തതുകൊണ്ടാണ്. എന്തായാലും മെയ് 4 രാഷ്ട്രീയ ഭൂപടം എന്ന് പറയപ്പെടുന്നത് ആർക്കനുകൂലമാകുമെന്ന് കണ്ടറിയാം.